അരൂർ വിജയാംബിക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വയലാർ അനുസ്മരണവും വയലാർ കവിതകളുടെയും ഗാനങ്ങളുടെയും സംഗീതാവിഷ്കരണവും നടത്തി. എറണാകുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി KP അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിജയാംബിക ലൈബ്രറി സെക്രട്ടറി PV ലാലു, വൈസ് പ്രസിഡന്റ് KV അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അരൂരിലെ നിരവധി ഗായകർ പരിപാടിയിൽ പങ്കെടുത്ത് കവിതകളും ഗാനങ്ങളും ആലപിച്ചു. ഒരു സംഭവം പോലും ആർക്കും അറിയാതെ ഇല്ല. പേര് കല്യാണ സൗഗന്ധികം എന്നാണ്. അതിൽ ഭീമനാണ് കഥാപാത്രം. മലയാള സാഹിത്യത്തിലെ രണ്ടാം ഊഴത്തിന്റെ ഒന്നാം ഊഴം യഥാർത്ഥത്തിൽ വയലാർ എഴുതിയ കല്യാണ സൗഗന്ധികമാണ്. ഭീമനെ കഥാപാത്രമാക്കി ഭീമനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുമാണ് രണ്ടാം ഊഴത്തില് രണ്ടി കഥ പറയുന്നത്. ഇത് കല്യാണ സൗഗന്ധികത്തിലും ഞാനാണ് ഭീമൻ. ഇങ്ങനെ മാനസ സരസിന്റെ തീരത്ത് നിന്നോ, ഗന്ധമാതനഗിരിയുടെ താഴ്വരക്കാട്ടിൽ നിന്നോ, കാലത്തിൽ തനൂജകൾ ഋതുകന്യകൾ വന്ന് ലാളിച്ചു വളർത്തുന്ന പുഷ്പമാടിയിൽ നിന്നോ, എവിടുന്നാണെന്നറിയില്ല, ഒരു ദിവ്യ സംരംഭം കലർന്ന് ഇവിടെ പരക്കുന്നു. നമ്മളിങ്ങനെ മുകളിൽ പേപ്പറൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഗന്ധം ഇങ്ങനെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ പറയാം, ഞാൻ അതിലറിയാതെ എൻ മോഹത്തിൻ കടലാസ് തോണിയും ഇറക്കിക്കൊണ്ട് ഇന്നലെ തുഴയുമ്പോൾ ഞാൻ അതിൽ ആലോചിച്ച് ഇങ്ങനെ ഒരു സുഗന്ധം പറഞ്ഞിട്ട് ഇങ്ങനെ തേച്ചിരിക്കുമ്പോൾ നാണിച്ച് മുഖം കുലിച്ചരികത്തിരിക്കുമെൻ നായികയുടെ മോഹമുഗ്ധമാം ശബ്ദം കേൾക്കാം. അപ്പൊ ഭീമന്റെ നായിക ആരാണെന്ന് നമുക്കറിയാം, അത് പാഞ്ചാലിയാണ്. അത് ഭീമൻ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആ പാഞ്ചാലി പറയുന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. എന്താ പറയുന്നത്? പ്രപഞ്ചം നിറയും ഈ ദിവ്യ സൗരഭത്തിന്റെ പ്രഭവ നികുഞ്ചത്തിൽ ചെന്നിറങ്ങണം നാഥൻ. എവിടുന്നായാലും ഇതിന്റെ സുഗന്ധത്തിന്റെ പിന്നാലെ പോയി അതിന്റെ പ്രഭവ നികുഞ്ചത്തിൽ ചെന്നിറങ്ങണം നാഥൻ. പഞ്ചഭൂതാത്മാവാകും ഈ ജീവപ്രപഞ്ചത്തെ പുഞ്ചിരിച്ചെതിരേൽക്കും അർണയം ചുവപ്പ്. പഞ്ചാലിയെ കുറിച്ച് പറയാൻ വേണ്ടി വയലാർ വിളിക്കുന്ന ഒരു തന്ത്രമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണല്ലോ. ആ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ഭൂമിയെ ഒരു ഒറ്റ ചന്ദ്രൻ ഇങ്ങനെ നോക്കി ചിരിച്ച് പ്രകാശിപ്പിക്കുന്നുണ്ടല്ലോ. എന്റെ ഉള്ളിലേക്ക് നിറങ്ങണം. മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്, നമ്മൾ ഇന്നിരിക്കുന്ന ഈ നേട്ടങ്ങൾ ഇത് അനുഭവിച്ചു പോകുമ്പോൾ ഇതെങ്ങനെ വന്നു എന്ന ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. അതുകൊണ്ട് നീ എന്നിലേക്ക് ഇറങ്ങുക. നിന്നിലെ വികാരങ്ങൾ, നിന്നിലെ വിചാരങ്ങൾ, നിന്നിലെ കിനാവുകൾ, നിന്നിലെ സങ്കല്പങ്ങൾ ആത്മാവിൻ കൈകൊണ്ടൊന്ന് ചികഞ്ഞാൽ അവയുടെ ആദ്യത്തെ വേരും വിത്തും കാണും എൻ ഹൃദയത്തിൽ. നീ പോകുന്ന യാത്രയൊക്കെ നീ ജനിച്ചു വന്നതിന് ശേഷം ഉണ്ടായ നേട്ടമല്ല, പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതന്വേഷിച്ച് അത് തൊട്ടറിഞ്ഞ് നീ മുമ്പോട്ട് പോയാലേ കല്യാണ സൗഗന്ധികം നിനക്ക് കിട്ടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വയലാർ കവിത അവസാനിക്കുന്നത്.